നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണോ? അല്ല, ഒരിക്കലും നമ്മുടെ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ഒരു മതേതര രാഷ്ട്രമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ അല്ലെങ്കിൽ ആ മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന തങ്ങൾ ആ മതത്തിൽ ഏത് സ്ഥാനത്ത് വഹിക്കുന്നോ എന്ന് മനുഷ്യന്മാർ അടയാളപ്പെടുത്തുന്ന വസ്ത്രം ധരിച്ച് ഒരാൾക്ക് ഇന്ത്യയിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഇന്ത്യ എന്ന മതേതര രാഷ്ട്രം എന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന ഈ രാജ്യത്തിന് എന്തോ കാതലായ പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ശിരോവസ്ത്രം ധരിച്ച് 2 സ്ത്രീകൾക്ക്, കന്യാസ്ത്രീകൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ സഞ്ചാരപഥങ്ങളിൽ ഒരു കഴുകൻ്റെ കണ്ണുപോലെ മറ്റു മതത്തിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രമാകും? നമ്മുടെ രാഷ്ട്രം മതേതര രാഷ്ട്രമല്ല. ലജ്ജിച്ച് തല താഴ്ത്തണം നമ്മൾ. കാരണം അങ്ങനെ ലജ്ജയോടെ അല്ലാതെ ഈ ഒരു സംഭവത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും, ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ, മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളെ ഒറ്റുകൊടുത്ത ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസ്. ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസ് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒറ്റുകൊടുത്തു നമ്മുടെ നാട്ടിലെ 2 കന്യാസ്ത്രീകളെ. 3 പെൺകുട്ടികളുമായിട്ട് അവരുടെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഈ 2 കന്യാസ്ത്രീകളെയും ഈ ഒരു പെൺകുട്ടിയുടെ സഹോദരനെയും അറസ്റ്റ് ചെയ്ത് തുറുങ്കലിലടച്ചു. എന്നിട്ടും നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം നാണവും മാനവും ഇല്ലാതെ പറയുന്നു നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന്. എല്ലാ മതങ്ങൾക്കും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും സ്വൈര്യമായി സഞ്ചരിക്കാനും അവരെ മതത്തിൽ യഥേഷ്ടം വിശ്വസിക്കാനും സാധിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന്. നാണം വേണം, നാണം. ഞാൻ കൃത്യമായിട്ട് കാര്യം പറയാം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരായ വന്ദന, പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരും അതോടൊപ്പം തന്നെ അങ്കമാലിയിലുമുള്ള 2 കന്യാസ്ത്രീകൾ. ഇവരിപ്പോൾ റിമാൻഡിലാണ്. ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ഗാർഹിക ജോലികൾക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാണ്. ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. ഇത് നേരെ തിരിച്ചാണ് സംഭവം. ഇങ്ങനെ കുറച്ച് സമയം റെയിൽവേ സ്റ്റേഷനിൽ ഈ 3 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും 2 കന്യാസ്ത്രീകളും നിന്നപ്പോൾ അവിടുത്തെ ഏതോ മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്ത് മൂത്ത് കണ്ണ് കാണാതായ ഏതോ ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന് അവൻ്റെ അവസാനത്തെ വാക്ക് അത് ബജ്രംഗ് ദൾ നേതാക്കന്മാർക്ക് കൊടുത്തതാണ്. ഇവിടെ മതപരിവർത്തനത്തിന് വേണ്ടി 3 പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തുന്നു 2 കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നിന്ന്. അയാളുടെ വാക്ക് കേട്ട് ഒരു പറ്റം ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു മതഭ്രാന്തന്മാർ, അവരവിടെ വരികയും വർഗീയമായിട്ട് ഇവരെ അധിക്ഷേപിക്കുകയും ഈ 2 കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്തു. അവർ മറ്റെവിടെയുമല്ല, മതേതര രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ. പോലീസിനെ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു. ഒരു പെൺകുട്ടി തൻ്റെ സമ്മതമില്ലാതെയാണ് ജോലിക്ക് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെ സ്ഥിതി വഷളായി. പെൺകുട്ടികൾ ആധാർ കാർഡുകൾ കരുതിയിരുന്നില്ല. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയുടെ മേലധികാരികൾ പറഞ്ഞു. അതായത് 3 പെൺകുട്ടികളെയാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഗാർഹിക ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. 3 പെൺകുട്ടികൾ വന്നപ്പോൾ അതിൽ ഒരു പെൺകുട്ടിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ജോലി ചെയ്യാൻ. വീട്ടിൽ താമസിച്ച് വീട്ടുകാരുടെ ഒപ്പം താമസിക്കുന്ന ആ പെൺകുട്ടിക്ക് പക്ഷേ വീട്ടുകാർ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആ പെൺകുട്ടിയെയും സഹോദരനെയും ഇവരോടൊപ്പം പറഞ്ഞേക്കുകയാണ്. ഇത് പെൺകുട്ടി മാത്രമായിരുന്നില്ല. പിന്നെ ഇവരുടെ കയ്യിൽ ആധാർ കാർഡുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം ജോലി ചെയ്യാനാണ് ഇവരോടൊപ്പം പോകുന്നത്, അല്ലാണ്ട് ഇവരുടെ മതത്തിൽ വിശ്വസിച്ച് അവരുടെ മതം പ്രചരിപ്പിക്കാനല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും കൂട്ടാക്കിയില്ല എന്നതാണ് വസ്തുത. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കന്യാസ്ത്രീകളും പള്ളി വികാരികളുമൊക്കെ പുറത്തു പോകുമ്പോൾ സാധാരണ വേഷത്തിൽ യാത്ര ചെയ്യണം എന്ന് ഇവരുടെ
സന്യാസ സഭയിലെ അല്ലെങ്കിൽ ഇവരുടെ സഭയിലെ മുതിർന്ന ആളുകൾ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവർക്ക് വാട്സപ്പിലൂടെ സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഗ്രൂപ്പുകളിൽ. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ യഥേഷ്ടം നമുക്ക് ആരെയും ഭയക്കാതെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ലോഹയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കന്യാസ്ത്രീയുടെ വേഷമോ ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത് ധരിച്ചുകൊണ്ട് നമുക്ക് യഥേഷ്ടം യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വസ്ത്രങ്ങൾ മാറ്റി സാധാരണക്കാരുടെ വസ്ത്രങ്ങൾ ധരിച്ച് വേണം നമ്മളിനി യാത്ര ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പതിവായതോടെയാണ് പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് അനൗദ്യോഗിക നിർദ്ദേശം നൽകിയിരുന്നത്. ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വൈദികർ തന്നെയാണ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നത്. ഇത് ചെയ്യാറുണ്ടെങ്കിലും സഹോദരനൊപ്പം വരുന്ന പെൺകുട്ടികളെ ചൊല്ലി വിവാദമുണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് മുതിർന്ന കന്യാസ്ത്രീ പറഞ്ഞു. ജോലിക്ക് വരുന്ന പെൺകുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെ കൂട്ടാനും അവരുടെ യാത്രാ ചെലവ് വഹിക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. ജാഗ്രത എന്ന നിലയിൽ ഇങ്ങനെ അനൗദ്യോഗികമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അമൃത്സറിൽ പ്രവർത്തിക്കുന്ന ഫാദർ സുരേഷ് മാത്യുവും സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യം? അടിപൊളിയാണ് നമ്മുടെ രാജ്യം. രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തെ ചില മതഭ്രാന്തന്മാർ ചെയ്തു കൂട്ടുന്നതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനുഭവിച്ചു പോകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരിക്കൽ പോലും നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ കടന്നു പോകാത്ത വഴികളിലൂടെയൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓരോ മനുഷ്യനും സഞ്ചരിക്കേണ്ടി വരുന്നതിൻ്റെ ബാക്കി പത്രം അല്ലെങ്കിൽ അവസാനത്തെ ഉദാഹരണം അതാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്നത്. നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തിനെയും ഒരു കാറിനകത്തിട്ട് ചുട്ടുകൊന്ന ബജ്രംഗ് ദൾ. അതേ ബജ്രംഗ് ദളാണ് ഇപ്പോഴുള്ള ഈ പറഞ്ഞ വിഷയത്തിൻ്റെയും പ്രധാന കാരണക്കാരെന്ന് മനസ്സിലാക്കണം. ബജ്രംഗ് ദളിന് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ അല്ലെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ അവരുടെ മതഭ്രാന്ത് പിടിച്ച പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ അവർക്ക് കൂട്ടുപിടിക്കുന്ന ചില ഭരണ സംവിധാനങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാം സ്റ്റെയിൻസിനെ പോലെയുള്ള ആളുകളെ കാറിനകത്ത് ചുട്ടുകൊന്ന് ജയിലിൽ കിടന്ന് അവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള വലിയ ശിക്ഷകൾക്കും വിധേയരാകാതെ യഥേഷ്ടം പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ രാഷ്ട്രം അതൊരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും എനിക്ക് യാതൊരു ഭയവുമില്ല എന്ന് പറയാൻ മടി വരണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ തലയ്ക്കകത്ത് മതഭ്രാന്ത് മൂത്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമുക്കെതിരെ പെരുമാറുന്നതുമെങ്കിൽ ഈ രാജ്യത്തെ സിസ്റ്റത്തിന് എന്തോ ഒരു തകരാറുണ്ട്. അത് പരിഹരിച്ചില്ല എങ്കിൽ രാജ്യത്തിൻ്റെ പോക്ക് വലിയ അപകടത്തിലേക്കായിരിക്കും. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാകട്ടെ ഈ 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.